ബ്ലൂമിംഗ് ഹോമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു കട്ട്ലറ്റാണ് കേട്ടോ. വളരെ ടേസ്റ്റിയായ ഒരു കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എന്തെല്ലാം സാധനങ്ങളാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ചേർക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. അതിനായി ഞാൻ ഉണ്ടാക്കുന്നത് ഇതുകൊണ്ടാണ്. ഈ കോൺഫ്ലെക്സ് ആണ്. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടുന്നതാണ്. വളരെ വില കുറച്ച് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ ഇതിനെ നമുക്ക് വെള്ളത്തിലൊന്ന് കഴുകി ഇതിനൊന്ന് സോഫ്റ്റാക്കി എടുത്തിട്ട് വരാം. ഇങ്ങനെ സോഫ്റ്റായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം ഇതിനെ. എന്നിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ബൗളിലേക്ക് ഇതിനെ ചേർത്ത് കൊടുക്കാം. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. നമ്മൾ ഇതിനകത്തേക്ക് ഈ ബൗളിനകത്തേക്ക് ഈ കോൺഫ്ലെക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കുന്നത് നല്ല കട്ടിയുള്ള തൈരാണ്. ഇല്ലാത്ത നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെ ഒരു അല്പം ഭാഗം ചേർത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, മല്ലിയില, ഒരു പുതിനയുടെ കഷ്ണം, ഇത്രയുമാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് പൊട്ടറ്റോയാണ്. പൊട്ടറ്റോ നല്ലോണം ഗ്രേറ്റ് ചെയ്തത് വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കേണ്ടത് അരിപ്പൊടിയാണ്. കോട്ടിങ്ങിന് വേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. അപ്പോൾ ഇത് അകത്ത് നല്ല ജ്യൂസിയും പുറമെ നല്ല ക്രിസ്പി ആയിരിക്കും. അതിന് വേണ്ടിയാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി നല്ല ചേർത്ത് കൈകൊണ്ടൊന്ന് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കേണ്ടതാണ്. വളരെ ടേസ്റ്റിയായ ഒരു 4 മണി പലഹാരം തന്നെയാണ്. എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരം തന്നെയാണിത്. വളരെ ടേസ്റ്റിയുമാണ്. ഇതുപോലെ എല്ലാം കൈകൊണ്ട് നല്ലവണ്ണം കുഴച്ച് കയ്യിൽ അല്പം എണ്ണയോ വെള്ളമോ ഒന്ന് തൊട്ട് ഇത് ഒന്ന് വടയുടെ ആകൃതിയിൽ ഇതുപോലെ ഒന്ന് എല്ലാം പരത്തി വയ്ക്കേണ്ടതാണ്. അതിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ആവശ്യമായ കുക്കിംഗ് ഓയിൽ മാത്രം ചേർത്താൽ മതി. ഇതുപോലെ ചട്ടി ഒന്ന് നല്ലവണ്ണം ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കട്ട്ലറ്റ് ഓരോന്ന് വീതം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ലോ ഫ്ലെയിമിൽ മാറി തിരിച്ചും മറിച്ചും അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലെ ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ ആകുന്നത് വരെയും കുക്ക് ചെയ്താൽ മതി. തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ഒരേ കളറാക്കിയെടുക്കുക. ഇത് നല്ല ചട്നിയുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെ കൂട്ടത്തിലോ കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയുള്ള ഒരു 4 മണി പലഹാരമാണിത്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് സഹായിക്കണേ കൂട്ടുകാരെ. ഇതുപോലെ ഈ നിറമാകുമ്പോൾ നമുക്ക് അടുത്ത വശത്തേക്ക് മറിച്ചിടാം. ഇതുപോലെ 2 ഭാഗം ഒരേപോലെ മൂപ്പിച്ച് നമുക്ക് എടുക്കേണ്ടതാണിത്. വളരെ ടേസ്റ്റിയായ ഒരു 4 മണി പലഹാരമാണ്. നമ്മുടെ വടയെല്ലാം ഇവിടെ നല്ലവണ്ണം വെന്ത് എല്ലാം നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ചായയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വരൂ, നമുക്ക് ഒരുമിച്ച് 4 മണി പലഹാരമായ ഈ കോൺഫ്ലെക്സിൻ്റെ കട്ട്ലറ്റ് കഴിച്ചാലോ. അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ, ടേക്ക് കെയർ.